Good morning, all of you. Last class we have discussed about various framework activities that should be followed or that must be followed on during the development of every software product. What are those? Let us recollect. First one was the communication, which means communication with the stakeholder. Second one was the planning, and third one modeling. Fourth one construction, and fifth one deployment. അതായത് കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെന്റ്. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ്, അതിനെയാണ് നമ്മൾ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് വി ഓൾസോ സെഡ് ദാറ്റ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി ആക്ട് ആസ് ദി ബാക്ക് ബോൺ ഓഫ് എവരി സോഫ്റ്റ്വെയർ പ്രോജക്ട് ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാൻ പോകുന്നത് ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റികളുടെ കോംപ്ലിമെന്റ് ആയ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അംബർല ആക്ടിവിറ്റീസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അംബർല ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, അംബർല ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് ആയിട്ട്, അതായത് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസിന്റെ കോംപ്ലിമെന്റ് ആക്ടിവിറ്റി ആയിട്ട് ഫോളോ ചെയ്യുന്ന ആക്ടിവിറ്റികളാണ് എന്ത് വിളിക്കുന്നത്? അംബർല ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് കോംപ്ലിമെന്റ്? അപ്പൊ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഫസ്റ്റ് പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റികളുടെ കൂട്ടത്തിൽ പെർഫോം ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോംപ്ലിമെന്റ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം അംബർല ആക്ടിവിറ്റികൾ തന്നെയല്ല, ദേ ആർ കോംപ്ലിമെന്റ് വിത്ത് ദി ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ അംബർല ആക്ടിവിറ്റീസ് 8 എണ്ണമാണ് ഉള്ളത്. 8 എണ്ണം. അപ്പൊ നിങ്ങൾ ഇതിന്റെ സീക്വൻസ് തെറ്റാതെ നിങ്ങൾ ഈ 8 എണ്ണത്തിന്റെ പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നമുക്ക് നോക്കാം. ലെറ്റ് us see what these are. First one is the software project track and control. Then second one, risk management. Third one, quality assurance. And fourth one, technical reviews. Fifth one, measurement. Sixth one, software configuration management. Seventh one, reusability management. Eighth one, വർക്ക് പ്രൊഡക്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ 8 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ സീക്വൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഓർഡർ തെറ്റാതെ ഇതിന്റെ പേരുകൾ മാറിപ്പോകാതെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അംബർല ആക്ടിവിറ്റീസുകൾ പലവട്ടം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ സോഫ്റ്റ്വെയർ പ്രൊജക്ട് ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ. ഓക്കെ, ലെറ്റ് us see the definition. Let us see software project tracking control, which allows the software team to assess progress against the project plan and take any necessary action to maintain the schedule. എന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പ്രൊജക്ട് പ്ലാനിന്റെ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനിന്റെ പ്രോഗ്രസ് കണ്ടുപിടിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നമ്മുടെ പ്രൊജക്ട് പ്ലാൻ നമ്മൾ പറഞ്ഞിരുന്നു, പ്ലാനിങ് നടത്തുന്ന കാര്യം പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ആ പ്ലാനിങ് നടത്തുമ്പോൾ ആ പ്ലാനിങ്ങിന്റെ പ്രോഗ്രസ് കണ്ടെത്താനായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് സോഫ്റ്റ്വെയർ പ്രൊജക്ട് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ പ്രോഗ്രസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാസ്റ്റ് സെന്റൻസ് നോക്കി, ആൻഡ് ടേക്ക് എനി നെസസറി ആക്ഷൻ ടു മെയിൻറ്റെയിൻ ദ ഷെഡ്യൂൾ. അതായത് ഈ നമ്മുടെ പ്രൊജക്ട് പ്ലാനിന്റെ നമ്മുടെ പ്രോഗ്രസ് കണ്ടുപിടിച്ചാലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഷെഡ്യൂളിനകത്ത് എന്തെങ്കിലും മെയിൻറ്റെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്രയാണ് നമ്മുടെ പ്രൊജക്ട് ഷെഡ്യൂളിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് അറിയാനായിട്ട് നമ്മൾ ആ പ്ലാനിങ്ങിന്റെ പുരോഗതി നോക്കുന്ന പരിപാടിക്കാണ് എന്ത് വിളിക്കുന്നത്? സോഫ്റ്റ്വെയർ പ്രൊജക്ട് ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ. ജസ്റ്റ് ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കാം. ഇറ്റ് അലൗസ് ദി സോഫ്റ്റ്വെയർ ടീം ടു അസസ് പ്രോഗ്രസ് അഗൈൻസ്റ്റ് ദി പ്രൊജക്ട് പ്ലാൻ ആൻഡ് ടേക്ക് എനി നെസസറി ആക്ഷൻ ടു മെയിൻറ്റെയിൻ ദ ഷെഡ്യൂൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ സോഫ്റ്റ്വെയർ പ്രൊജക്ട് ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി. ഇപ്പൊ രണ്ടാമത്തെ ആക്ടിവിറ്റി ആണെന്ത്? റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, ഡെഫിനിഷൻ നോക്കി. റിസ്ക് മാനേജ്മെന്റ് വിച്ച് അസസസ് റിസ്ക് ദാറ്റ് മേ അഫക്ട് ദ ഔട്ട്കം ഓഫ് ദ പ്രൊജക്ട് ഓർ ദി ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്. എന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ പറയാലോ. 2 സംഖ്യ ആഡ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? സാധാരണ നമ്മൾ രാവിലെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇൻഡ് എ, ബി, സി എന്ന് പറഞ്ഞു കൊടുത്തു. സി ഈക്വൽ ടു എ പ്ലസ് ബി, പ്രിന്റ് ഓഫ് ദ സം ഈസ് സി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത് ഔട്ട്പുട്ട് ഒക്കെ കിട്ടി എടുക്കാനായിട്ടിരിക്കുന്നു. അപ്പോഴാണ് റൺ ചെയ്യുന്ന സാറ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളോട് പറയാണ്, ആദ്യം പറഞ്ഞു 5 2 കൂട്ടാൻ പറഞ്ഞു. നിങ്ങൾ 5 2 കൊടുത്ത് 7 കിട്ടി. അന്നേരമാണ് സാറ് പറയുന്നത് 5.5 പ്ലസ് 3.2
എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എന്തായിരിക്കും കിട്ടുന്നത്? 5, 3, 8 എന്ന് പറഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് കിട്ടും. അവിടെയുള്ള ഫ്ലോട്ടിംഗ് പോയിന്റുകൾ അല്ലെങ്കിൽ ഡെസിമൽ പാർട്ടുകൾ അവിടെ ഒമിറ്റ് ചെയ്യും. കാരണം എന്തായിരുന്നു? നമ്മൾ ഡെസിമൽ പാർട്ടുകളെ ഉൾക്കൊള്ളിക്കുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് അവിടെ ഉപയോഗിച്ചില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് കിട്ടാഞ്ഞത്? റിസൾട്ട് അവിടെ നമ്മുടെ ഇൻഡിജർ പാർട്ട് മാത്രം കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതവിടെ ഒരു റിസ്ക് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ 2 സംഖ്യ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻഡി A, B, C എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ആലോചിക്കണം? ഇൻഡി A, B, C എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റിസ്ക് വരാൻ സാധ്യതയുണ്ടോ? അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കും ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആള് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടത്തില്ല? അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. അവസാനം അയാൾ എന്ത് ചെയ്യും? ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് തന്നെ തെറി വിളിക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ആലോചിക്കാം. അതാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ ഒന്നോട്ട് ഡെഫിനിഷൻ നോക്കിയപ്പോൾ നിങ്ങൾ നോക്കിയാൽ കിട്ടും. റിസ്ക് മാനേജ്മെന്റ് അസസസ് റിസ്ക് ദാറ്റ് മേ ബി അഫക്ട് ദി ഔട്ട്കം ഓഫ് ദി പ്രൊജക്ട് ഓർ ദി ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. ദാറ്റ് മേ അഫക്ട് ദി ഔട്ട്കം ഓഫ് ദി പ്രൊജക്ട് ഓർ ദി ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. മനസ്സിലായോ? ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ റിസ്കുകൾ ഉണ്ടാകാം എന്നുള്ളതിനെ പറ്റി നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിസ്ക് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ദെൻ തേർഡ് വണ്ണാണ് ടെക്നിക്കൽ റിവ്യൂസ്. ഓക്കെ, എന്താണ് ടെക്നിക്കൽ റിവ്യൂസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റികൾ ഉണ്ടല്ലോ. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പ്ലാനിംഗ് ഉണ്ട്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെന്റ്. ഈ 5 എണ്ണമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടെക്നിക്കൽ ആക്ടിവിറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫേസിന്റെ റിസൾട്ടാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ഫേസിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. മനസ്സിലായി? അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ റിസൾട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത്. പ്ലാനിങ്ങിന്റെ റിസൾട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡൽ ചെയ്യുന്നത്. മോഡലിംഗിന്റെ റിസൾട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ട് ചെയ്യുന്നത്. കൺസ്ട്രക്ട് ചെയ്ത സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഡെലിവറി ആയിട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എന്തിനെ അഫക്ട് ചെയ്യും? പ്ലാനിങ്ങിനെ അഫക്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മോഡലിങ്ങിനെയും കൺസ്ട്രക്ഷനെയും ഡിപ്ലോയ്മെന്റിനെയൊക്കെ അഫക്ട് ചെയ്യും. അപ്പോൾ ശരിക്കും ഇവിടെ ഈ ടെക്നിക്കൽ റിവ്യൂ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ എററുകൾ എവിടെയെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അവിടെ വെച്ച് സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ പ്രൊഡക്റ്റിന്റെ നിർമ്മാണത്തിന് ബാക്കിയുള്ള എല്ലാ സ്റ്റേജിലും ഇത് ഹെൽപ്ഫുൾ ആകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ എവിടെയെങ്കിലും നമ്മൾ അൺകവർ ചെയ്ത് കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ എവിടെയെങ്കിലും നമ്മൾ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ എന്ത് ചെയ്തില്ല? നമ്മുടെ പ്രോഗ്രസ് അവിടെ നടക്കത്തില്ല. റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആ നമ്മൾ അൺകവർ ചെയ്യാത്ത ആ എററുകൾ നമ്മളവിടെ ഹൈലൈറ്റ് ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ടെക്നിക്കൽ റിവ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇറ്റ് അസസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് പ്രൊഡക്റ്റ് ഇൻ ആൻ എഫർട്ട് ടു അൺകവർ ആൻഡ് റിമൂവ് എറേഴ്സ് ബിഫോർ ദേ ആർ പ്രൊപ്പഗേറ്റഡ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, അത് ഈ ടെക്നിക്കൽ റിവ്യൂ എന്ന് പറഞ്ഞുള്ള സംഭവം എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം, വിച്ച് ഈസ് ദ മെഷർമെന്റ്. ഓക്കെ, മെഷർമെന്റ് ഡെഫിനിഷൻ which defines and collect, process, project and product measures that assist the team in delivering software that meets stakeholders' needs and which can be used in conjunction with all other framework and umbrella activities. അപ്പോൾ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാക്കിന്റെ അർത്ഥം തന്നെ നോക്കി. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അളവെടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഫോളോ ചെയ്യുന്ന പ്രോസസ്സുകളും ദെൻ അതിനകത്ത് നമ്മൾ പാർഷ്യലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകളും മീൻസ് അതിന്റെ പ്രൊജക്ട് പ്ലാനുകളൊക്കെ എന്ത് ചെയ്യും? ഈ ടീം ഒന്ന് മെഷർ ചെയ്യും. വെച്ചാൽ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ ഇത് ഡെലിവറി ചെയ്യേണ്ട ആൾക്ക് കിട്ടേണ്ട എല്ലാ റിക്വയർമെന്റുകളും അതിനകത്ത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു മെഷർമെന്റ് നടത്തുക എന്നുള്ളതാണ് ആ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അംബ്രല്ല ആക്ടിവിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് സോഫ്റ്റ്വെയറിനകത്ത് പാർഷ്യലി കിട്ടുന്ന പ്രോസസ്സും പ്രൊജക്റ്റും പ്രൊഡക്റ്റും ഒക്കെ അതൊക്കെ എന്ത് ചെയ്യും? ഈ ടെക്നിക്കൽ ടീം എന്ത് ചെയ്യും? അതൊന്ന് റിവ്യൂ ചെയ്യും. എന്തിനാണ് റിവ്യൂ ചെയ്യുന്നത്? റിവ്യൂ ചെയ്തതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാകുന്നത് ഈ കാര്യങ്ങളൊക്കെ കസ്റ്റമറിന്റെ റിക്വയർമെന്റിനനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് അവരൊരു മെഷർമെന്റ് നടത്തും. അതാണ് ആ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്.
അപ്പോൾ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടീം അല്ലെങ്കിൽ ഡെവലപ്പർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യും. അതായത് ഈ സോഫ്റ്റ്വെയർ പുറത്തേക്ക് കൊടുക്കുന്ന എൻവയോൺമെന്റിലെ ബാക്കിയുള്ള മേഖലകൾ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ഈ സോഫ്റ്റ്വെയറും അപ്ഡേറ്റ് ചെയ്യണം. അപ്പം വിൻഡോസിന്റെ XP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറക്കി കഴിഞ്ഞപ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് അവർ മൈക്രോസോഫ്റ്റിന്റെ വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു MS ഓഫീസിന്റെ വേഡ് 2005 എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം അത് Windows 7ലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2005 മാറിയിട്ട് 2007 എന്ന് പറഞ്ഞിട്ടുള്ള വേർഷൻ അവർക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 7 ആയിട്ട് ഈ 5 എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സിൻക്രണൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആ ചേഞ്ച് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഇതിനകത്ത് അഫോർഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേഞ്ചുകൾ ഉണ്ടാകുമ്പോൾ ആ ചേഞ്ചുകളുടെ എഫക്റ്റ് എങ്ങനെയായിരിക്കും ഈ സോഫ്റ്റ്വെയറിൽ മൊത്തത്തിൽ വരുന്നത്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു ആക്ടിവിറ്റി, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ നോക്കിയാൽ manages the effect of change throughout the software of process. അതാണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ആക്ടിവിറ്റിയാണ് റീയൂസബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. റീയൂസബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ആദ്യം നോക്കാം. ഇറ്റ് ഡിഫൈൻസ് ക്രൈറ്റീരിയ ഫോർ വർക്ക് പ്രൊഡക്റ്റ് റീയൂസ് ആൻഡ് എസ്റ്റാബ്ലിഷസ് മെക്കാനിസം ടു അച്ചീവ് റീയൂസബിൾ കമ്പോണൻസ്. അതായത് റീയൂസബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ, വീണ്ടും യൂസ് ചെയ്യാൻ. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കോഡിംഗ് ഒക്കെ നടത്തി കഴിയുമ്പോൾ മറ്റൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ആ കോഡ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ റീയൂസബിലിറ്റി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് എഴുതുകയാണെങ്കിൽ അടുത്ത തവണ വേറൊരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത്രയും എഫോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, അല്ലേ? നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആദ്യം പഠിച്ചപ്പോൾ നമ്മൾ ഫംഗ്ഷന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് എന്താണ്, റീയൂസബിലിറ്റി ഓഫ് കോഡ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഓർക്കുന്നുണ്ടാവും, റീയൂസബിലിറ്റി ഓഫ് കോഡ്. ഫംഗ്ഷന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് റീയൂസബിലിറ്റി ഓഫ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് കോഡ് എഴുതേണ്ട ആവശ്യമില്ല, ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. മനസ്സിലായി? അതാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്തുള്ള സോഫ്റ്റ്വെയറിന്റെ കമ്പോണന്റുകൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന്റെ വേറൊരു മൊഡ്യൂൾ ഉണ്ടാക്കുമ്പോഴോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പോണന്റുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ദെൻ മാറ്റങ്ങൾ വരുത്താതെ യൂസ് ചെയ്യാൻ പറ്റുന്നതും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, റീയൂസബിലിറ്റി മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പാണെന്ത്, വർക്ക് പ്രൊഡക്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം റെഡിയാണോ നോക്കി ദെൻ ഇതിന്റെ മോഡൽസ്, ഡോക്യുമെന്റ്സ്, ലോഗ്സ്, ഫോംസ്, ലിസ്റ്റുകൾ, ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഈ വർക്ക് പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്ത് ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വർക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, വർക്ക് പ്രൊഡക്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതായത് ഇതിന്റെ മോഡൽസ്, ഡോക്യുമെന്റ്സ്, ലോഗ്സ്, ഫോംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ദഹിക്കില്ല. നമുക്ക് ദഹിക്കുന്ന ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ എന്തുണ്ടാവും, ഇതിന്റെ യൂസർ മാനുവൽ ഉണ്ടാവും, അല്ലേ? ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, മീൻസ് അതിനകത്ത് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വാച്ച് മേടിച്ചാൽ പോലും അതിന് സൂചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൽ ഒരു യൂസർ മാനുവൽ ഇതിൽ കൂടുതൽ വരുന്നതാണ്. അപ്പൊ ആ യൂസർ മാനുവലാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ. അതായത് ഡോക്യുമെന്റ്, ലോഗ്സ്, ഫോംസ് എന്നൊക്കെ പറയുന്നത് എന്താ സംഭവം എന്നുള്ളതൊക്കെ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്രിയേറ്റ് ചെയ്യുന്നതിന് കൂടുതൽ, മീൻസ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് കൂടുതൽ അതിന്റെ മോഡൽസും ഡോക്യുമെന്റ്സും ലോഗ്സും ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ വർക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്ട്, അതിനെയാണ് നമ്മൾ വർക്ക് പ്രൊഡക്റ്റ് എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് പ്രൊഡക്റ്റിനെ പ്രിപ്പയർ ചെയ്യുക, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ അംബ്രല്ല ആക്ടിവിറ്റികളെ ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഏതൊക്കെയാണ് അംബ്രല്ല ആക്ടിവിറ്റികൾ. 8 ഉണ്ട്. സോഫ്റ്റ്വെയർ project track and control. Second one is the risk management. Third one is the quality assurance. Fourth one is the technical review. Fifth one measurement. Sixth one software configuration management. Seventh one reusability management. Eighth one work product preparation and production. ഈ സീക്വൻസ് നിങ്ങൾക്ക് മാറിപ്പോകരുത്, ഇത് തെറ്റിപ്പോകരുത്. ഇതെന്താണ് നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി ആയ ഏതൊക്കെയുണ്ട്, കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെന്റ്. ഈ അഞ്ചെണ്ണത്തിന്റെ കൂട്ടത്തിൽ കോംപ്ലിമെന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് ഒരു ആഡ് വൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ അംബ്രല്ല ആക്ടിവിറ്റീസ് പ്ലസ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് പ്ലസ് ദീസ് അംബ്രല്ല ആക്ടിവിറ്റീസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു ഗുഡ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അംബ്രല്ല ആക്ടിവിറ്റീസ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ,
Okay, now let us discuss with the software engineering practice or SC practice. SC practice actually means the nature of software development. The nature of software development is known as software engineering practice. Okay, last classes we have discussed framework activities and umbrella activities. They are considered as the general activities which must be followed during the development of every software product. With those activities, we have to follow the software engineering practice, or we have to follow the nature of every development. Okay, now let us see what are the essence of practice, or what are the steps which must be followed during the software development practice. So first one is the understand the problem, which means communication and analysis. Second one, plan a solution. Third one, carry out the plan. Fourth one, examine the result for activity. Okay, these four steps are considered as the essence of every software engineering practice. Okay, let us discuss what are the steps. Let us discuss detail. First one is understand the problem. So, see the definition. Who has a stake in the solution to the problem? That is, who are the stakeholders? Then, what are the unknowns? What data, functions and features are required to properly solve the problem? Then, can the problem be compartmentalized? Is it possible to represent smaller problems that may be easier to understand? Then, can the problem be represented graphically? Can an analysis model be created? Oh, നമ്മുടെ ആദ്യത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് എന്തിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് ഇത് നമ്മൾ കണ്ടെത്തുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? മീൻസ് ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിനകത്ത് അൺനോൺ ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ട്. മീൻസ് കസ്റ്റമർ പറയാത്ത എന്നാൽ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിനാണ് പറയുന്നത് വാട്ട് ആർ ദി അൺനോൺസ്, വാട്ട് ഡേറ്റ, ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു പ്രോപ്പർലി സോൾവ് ദ പ്രോബ്ലം. അതിനകത്ത് എന്തെങ്കിലും അൺനോൺ ഉണ്ടോ എന്ന് കണ്ടെത്തും. ക്യാൻ ദി പ്രോബ്ലം ക്യാൻ ബി കമ്പാർട്ട്മെന്റലൈസ്ഡ്. കമ്പാർട്ട്മെന്റലൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ദെൻ can the problem can be represented graphically represent ചെയ്ത് മീൻസ് വരച്ച് കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഡിസൈൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അനാലിസിസ് മോഡലൊക്കെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ദ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായത് പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കി, ആദ്യത്തെ സ്റ്റെപ്പിൽ പ്രോബ്ലം മനസ്സിലാക്കി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രോബ്ലംസ് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? അതായത് പറഞ്ഞിരിക്കുന്നത് ഹാവ് യു സീൻ സിമിലർ പ്രോബ്ലംസ് ബിഫോർ? ആർ ദെയർ പാറ്റേൺസ് ദാറ്റ് ആർ റെക്കഗ്നൈസബിൾ ഇൻ എ പൊട്ടൻഷ്യൽ സൊല്യൂഷൻ? ഈസ് ദെയർ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ദാറ്റ് ഇംപ്ലിമെന്റ്സ് ഡേറ്റ, ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ്? ദെൻ ഹാസ് എ സിമിലർ പ്രോബ്ലം ബീൻ സോൾവ്ഡ്? If so, are elements of solution reusable? And etc. You can see the screen. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അതിന് സൊല്യൂഷൻ കണ്ടെത്തിയത്? അതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആയിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഈ പ്ലാൻ ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റെപ്പിൽ നോക്കും. ദെൻ അതിന്റെ സബ് പ്രോബ്ലംസ് ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ തേർഡ് സ്റ്റേജിൽ നമ്മൾ നോക്കും. ദെൻ അടുത്തതാണ് ക്യാരി ഔട്ട് ദ പ്ലാൻ. അപ്പോൾ ക്യാരി ഔട്ട് ദ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചു, ആദ്യം നമ്മൾ പ്രോബ്ലം മനസ്സിലാക്കി, ദെൻ അതിനുശേഷം എന്താണ് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ക്യാരി ഔട്ട് ദ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കണ്ടുപിടിച്ചിട്ടുള്ള സൊല്യൂഷൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അതായത് 100% ഈ പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് വിത്ത് ദിസ് ഡിസൈൻ അല്ലെങ്കിൽ വിത്ത് ദിസ് പ്ലാൻ. ഈ പ്ലാൻ വെച്ചിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ നമുക്ക് ഫുള്ള് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ക്യാരി ഔട്ട് ദ പ്ലാൻ എന്ന് പറയും. തേർഡ് അടുത്ത സ്റ്റെപ്പാണ് എക്സാമിൻ ദ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണെന്ന് പറഞ്ഞിരിക്കുന്നത് എക്സാമിൻ ദ റിസൾട്ട് എന്ന് പറയുന്നത്. റിസൾട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിന്റെ ഫംഗ്ഷൻസും ഡേറ്റാസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാണ് നമ്മുടെ എക്സാമിൻ ദ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് SC പ്രാക്ടീസ് എന്ന് പറയുന്നത്. നാലെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, plan the solution, carry out the plan, examine the result for accuracy. So we have to understand the problem, then we must plan a solution, which means modeling and software design. Then we have to carry out the plan, and we have to assure the plan is eligible to solve the problem. Then we have to examine the result, which means testing, and we have to assure the quality which accomplish the accuracy of the software. So these are the nature of software engineering practice or SC practice. Then as a conclusion, we can say that there are 7 general principles that must be followed in software engineering practice, SC practice. 7 general principles followed in software engineering practice. The first one, see, the reason all it exists. Second one, KISS, keep it simple, stupid. Third one, maintain the vision. Fourth one, what you produce, others will consume. Fifth principle, be open to the future. Then sixth principle, plan ahead for reuse. Seventh and final principle, think. So these are the 7 principles that must be followed in the SC practice, or that these are the 7 principles that must be followed as the nature of every software development activities. Okay, first one is the reason it all exists. ഓക്കെ, ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു, കാര്യങ്ങളൊക്കെ റെഡിയാക്കി, എല്ലാ കാര്യങ്ങളും റെഡിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോ കമ്പോണന്റുകൾ ഇതിനകത്ത് വെക്കുക. ഈ സോഫ്റ്റ്വെയറിനകത്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓരോ കമ്പോണന്റുകൾ വെക്കുക. അപ്പൊ കമ്പോണന്റ് വെച്ച് കഴിയുമ്പോൾ ഈ കമ്പോണന്റ് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും റിയൽ ആയിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവുക എന്നുള്ളതാണ് ദ റീസൺ ഇറ്റ് ഓൾ എക്സിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വെച്ചിട്ടുള്ള കമ്പോണന്റ് വെച്ചിട്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടോ എന്ന് ഒരു ഇത് വെക്കുക. മനസ്സിലായി? അപ്പൊ അതാണ് ദ റീസൺ ഇറ്റ് ഓൾ എക്സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റിൽ പോകുന്നു. വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് പോകണം. കേരള PSC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യും. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഇൻഫർമേഷൻ കിട്ടുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കണം എൻ്റർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ് ചോദിക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടന്റ് കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആപ്റ്റല്ല. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കണ്ടന്റ് കാണാനായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ആപ്റ്റല്ല. മനസ്സിലായോ? അതിനകത്ത് തെറ്റില്ല, പക്ഷെ അത് യൂസറിന് ഫീസിബിൾ അല്ല, യൂസറിന് അതിന്റെ ഒരു ആവശ്യമില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഐഡിയ ഓർത്താൽ മതി. ദ റീസൺ ഇറ്റ് ഓൾ എക്സിസ്റ്റ് എന്ന് പറഞ്ഞു. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കമ്പോണന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പോണന്റ് കൊണ്ട് യൂസറിന് മീൻസ് ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ യൂസ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും റിയൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിക്കുകയില്ലെങ്കിൽ നമ്മൾ വെക്കാൻ ഉപയോഗിക്കുന്ന കമ്പോണന്റ് അന്നേരം തന്നെ റീപ്ലേസ് ചെയ്യുക. അതാണ് ദ റീസൺ ഇറ്റ് ഓൾ എക്സിസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് കിസ്. കിസ് മീൻസ് കീപ് ഇറ്റ് സിമ്പിൾ സ്റ്റുപ്പിഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സൊല്യൂഷൻ കണ്ടെത്തിയാലും അതെന്തായിരിക്കണം? സിമ്പിൾ ആയിരിക്കണം. എന്ത് ഡിസൈൻ കണ്ടെത്തിയാലും അതെന്തായിരിക്കണം? സിമ്പിൾ ആയിരിക്കണം. കോംപ്ലിക്കേറ്റഡ് ആവാനായിട്ട് പാടില്ല. എന്നാൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോകാനും പാടില്ല. നോട്ട് സിമ്പിളർ. കീപ് ഇറ്റ് സിമ്പിൾ ബട്ട് നോട്ട് സിമ്പിൾ. എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്യണമെന്നുള്ളതാണ് കീപ് ഇറ്റ് സിമ്പിൾ അല്ലെങ്കിൽ കിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ, മെയിൻറ്റെയിൻ ദ വിഷൻ. മെയിൻറ്റെയിൻ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ പ്രിൻസിപ്പിളുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട് ഇതിന്. എന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകും. വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ചിന്തകൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടാകും. അപ്പൊ അതനുസരിച്ച് ഈ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. അത് ഡ്യൂപ്ലിക്കേഷനും അനോമലീസും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് രണ്ട് മൈൻഡ് ആയി പോകും എന്നുള്ള ഒരു മീനിങ് ആണ്. അതിന്റെ ഡെഫിനേഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിന്റെ ഐഡിയ ഇതാണ്, മെയിൻറ്റെയിൻ ദ വിഷൻ. വിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഐഡിയ എന്നുള്ളത്. അടുത്ത നെക്സ്റ്റ് പ്രിൻസിപ്പിൾ മീൻസ് വാട്ട് യു പ്രൊഡ്യൂസ് അതർ വിൽ കൺസ്യൂം. എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ സംഭവം നമ്മളല്ല എന്ത് ചെയ്യുന്നത്,
ഒരിക്കലും യൂസ് ചെയ്യും. മീൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആളല്ല ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആളല്ല യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. വാട്ട് യു പ്രൊഡ്യൂസ് അതർ വിൽ കൺസ്യൂം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് ടെക്നിക്കലി യൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തില്ല, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അതെന്താണ്, ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതായത് വാട്ട് യു പ്രൊഡ്യൂസ് അതർ വിൽ കൺസ്യൂം, അതായത് നോർമൽ ടെക്നിക്കൽ മൈൻഡ് ഇല്ലാത്ത, ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. സോ അവർക്കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയയാണ് വാട്ട് യു പ്രൊഡ്യൂസ് അതർ വിൽ കൺസ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിളിൽ ഉദ്ദേശിക്കുന്നത്. Then next one is be open to the future. So if we make a software, we must follow the rule that it must be updated. അതായത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സോഫ്റ്റ്വെയർ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മീൻസ് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബാക്കിയുള്ള എൻവയോൺമെന്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും അപ്ഡേറ്റ് ചെയ്യണം. സോ ഏറ്റവും മോസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ എന്താണ്, ഈ സോഫ്റ്റ്വെയർ എപ്പോഴും ആൾക്ക് റിലയബിൾ ആയിരിക്കും. അതായത് തൊട്ടടുത്ത പല വേർഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് റീയൂസ് ചെയ്യാനായിട്ട് കോഡുകൾ എഴുതുകയും അല്ലെങ്കിൽ റീയൂസ് ചെയ്യാനായിട്ടുള്ള കമ്പോണന്റുകൾ ഇതിനകത്ത് യൂസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ നമുക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഫീസിബിൾ ആയിരിക്കും എന്നുള്ളതാണ് ബി ഓപ്പൺ ടു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒബ്ജക്റ്റ് ഓറിയന്റഡിന്റെ ഒരു മെയിൻ കൺസെപ്റ്റ് ആണ്, റീയൂസബിലിറ്റി എന്നൊക്കെ പറയുന്നത്. ആ കൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഭാവിയിലേക്കുള്ള അക്കോമഡേഷൻസ് മീൻസ് അപ്ഡേറ്റ് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലൂടെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് ബി ഓപ്പൺ ടു ഫ്യൂച്ചർ. ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് പ്ലാൻ എഹെഡ് ഫോർ റീയൂസ് എന്ന് വെച്ചാൽ ഈ സാധനം എന്താണ്, വേറെ കമ്പോണന്റുകൾക്ക് മീൻസ് വേറെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള റീയൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. നമ്മൾ ഫംഗ്ഷനൊക്കെ പഠിച്ചപ്പോൾ റീയൂസബിലിറ്റി ഓഫ് കോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഒരു പറഞ്ഞിരുന്നല്ലോ. ഇതിനകത്ത് പറഞ്ഞത് റീയൂസ് ഓഫ് കോഡ് ആൻഡ് ഡിസൈൻസ് ഹാസ് ബീൻ പ്രൊക്ലൈംഡ് ആസ് എ മേജർ ബെനിഫിറ്റ് ഓഫ് യൂസിംഗ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ടെക്നോളജീസ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കോഡുകൾ ഡെവലപ്പ് ചെയ്യണം, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്ലാൻ എഹെഡ് ഫോർ റീയൂസിങ്. ദെൻ ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ തിങ്ക് എന്ന് വെച്ചാൽ എന്താണ്, ചിന്തിക്കുക. അതായത് 2 വട്ടം ചിന്തിക്കുക. എന്ത് ചെയ്യുന്നതിന് മുമ്പും 2 വട്ടം ചിന്തിക്കുക. ഒരു ചിന്തയാണ് ഈ സോഫ്റ്റ്വെയറിന്റെ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയറിന്റെ അല്ല എന്ത് കേസിലും ചിന്തയാണ് ഏറ്റവും പ്രധാനം. അപ്പം നന്നായിട്ട് ചിന്തിച്ചാൽ നന്നായിട്ട് റിസൾട്ട് കിട്ടും, നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും, നന്നായിട്ട് മോഡൽ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ 7 principles think. Okay, these are the 7 principles of software engineering practice. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന കുറെ നേച്ചർ, അതായത് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റികളുടെ കൂട്ടത്തിലും പിന്നെ അംബ്രല്ല ആക്ടിവിറ്റികളുടെ കൂട്ടത്തിൽ അതെല്ലാമാണ് നമ്മൾ അതിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറെ നേച്ചേഴ്സ്, അതിനെയാണ് ഇത് വിളിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ SC പ്രാക്ടീസ്. നിങ്ങളുടെ സിലബസിനകത്ത് SC പ്രാക്ടീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രാക്ടീസുകൾ 4 എണ്ണമാണുള്ളത്. അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, പ്ലാൻ ദ സൊല്യൂഷൻ, ക്യാരി ഔട്ട് ദ പ്ലാൻ ആൻഡ് എക്സാമിൻ ദി റിസൾട്ട്. അത് ഓരോന്നും നമ്മൾ പറഞ്ഞു, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, പ്ലാൻ ചെയ്യണം, ക്യാരി ഔട്ട് ചെയ്യണം, ദെൻ അത് ടെസ്റ്റ് ചെയ്ത് എക്സാമിൻ ചെയ്യണം. പിന്നെ ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് 7 എണ്ണം പറഞ്ഞു. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ദ റീസെറ്റ് ഓൾ ഇറ്റ് എക്സിസ്റ്റ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ കിസ്. തേർഡ് പ്രിൻസിപ്പിൾ മെയിൻറ്റെയിൻ. ഫോർത്ത് പ്രിൻസിപ്പിൾ വാട്ട് യു പ്രൊഡ്യൂസ് അതർ വിൽ കൺസ്യൂം. Fifth one, be open to the future. Then 6th one, plan ahead for reuse. And 7th one, think. Okay. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ 1-2 വട്ടം നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കേൾക്കണം. 1 വട്ടം ഒന്നും കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടൂല. ഈ ഒരു സബ്ജക്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ മലയാളത്തിലേക്ക് തന്നെ പറയുന്നത്. കാരണം ഇത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നും. അപ്പോൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ മനസ്സിലാക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സൈസ് കൂടുതലായതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇത് ഉൾപ്പെടുത്തി നിങ്ങൾ നോട്ട് പോലെ എഴുതി വെച്ചിട്ട് ഇന്ററാക്റ്റീവ് സെഷൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിന് ബാക്കിയുള്ള കാര്യങ്ങൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതിനകത്ത് ജസ്റ്റ് എന്താണ് ഈ കാര്യങ്ങളൊരു ഔട്ട്ലൈൻ മാത്രമേ തരുന്നുള്ളൂ. വീഡിയോ സൈസ് കൂടുതലായതുകൊണ്ട് ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. PDF ഈ നോട്ടിന്റെ PDF ഞാൻ അയച്ചേക്കാം. ഇന്ററാക്റ്റീവ് സെഷനിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ അംബ്രല്ല ആക്ടിവിറ്റീസും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസും. ഓക്കെ, താങ്ക് യു.